11ാമത് IT മേളയാണ് ഇന്ന് ഈ ടെക്നോ പാർക്കിൽ വെച്ച് നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ സ്കൂൾ കലോത്സവം, യുവജനോത്സവം, അത് മലപ്പുറത്ത് ലക്ഷങ്ങളെ ആകർഷിച്ചുകൊണ്ട് നടത്തി. വളരെ നല്ല നിലയിലാണ്, ഉയർന്ന നിലവാരത്തിലാണ് ആ കലോത്സവം അവസാനിച്ചത്. ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല, ഇത്രയും വലിയ ഒരു കലോത്സവം ലോകത്ത് മറ്റെവിടെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. അതിൽ പങ്കെടുക്കുന്ന കൊച്ചു കലാകാരിമാരുടെയും കലാകാരന്മാരുടെയും പ്രാമുഖ്യ സ്വഭാവം ഈ സംസ്ഥാനത്തൊട്ടാകെ ലക്ഷക്കണക്കിന് കുട്ടികൾ പങ്കെടുത്ത കലോത്സവത്തിൽ നിന്നാണ്, ഓരോ സ്റ്റേജിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഈ സ്കൂൾ യുവജനോത്സവത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുപോലുള്ള ആരവങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ പോലും IT മേളയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഗവൺമെന്റ് ഇന്ന് IT വിദ്യാഭ്യാസത്തിനും IT മേഖലയുടെ വിവിധ തലങ്ങളിലുള്ള വികസനത്തിനുമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു. IT-യുടെ സാധ്യതകൾ, IT എനേബിൾഡ് എഡ്യൂക്കേഷൻ, IT അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം, നമ്മൾ ഇന്ന് അത് പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. കാരണം ലോകം മുഴുവൻ ഇന്ന് IT-യിൽ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകുന്ന അവസരത്തിൽ നമുക്ക് ആ രംഗത്തെ ഒന്നാം ഘട്ടത്തിലുണ്ടായ പരാജയം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ന്യൂ ജനറേഷൻ വികസന രംഗത്ത്, IT വികസന രംഗത്ത് നമുക്ക് ആ കുറവ് നികത്തണം എന്നുള്ള നിലയോടുകൂടിയാണ് മുമ്പോട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾ IT മേഖലയിലെ 300 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു മേളയായിട്ടല്ല ഞാൻ ഇതിനെ കാണുന്നത്. IT രംഗത്തെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പ്രതിഭകൾ ആണ് ഇവിടെ ഈ മത്സരത്തിന് വന്നിട്ടുള്ളത്. നമ്മുടെ ഏറ്റവും വലിയ ഒരു അഭിമാന നേട്ടമാണ് ഈ ടെക്നോ പാർക്ക്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യത്തെ പാർക്കാണ്. വളരെ അഭിമാനകരമായ ഒന്നാണ്. അത് കാണാൻ, ഇതിന്റെ വളർച്ചയും ഇതിന്റെ സാധ്യതകളുമെല്ലാം ഈ രംഗത്ത് പ്രത്യേക താല്പര്യമുള്ള IT രംഗത്തെ പ്രതിഭകൾക്ക് കാണാനൊരു അവസരം കൂടിയാകണം എന്നുദ്ദേശിച്ച് തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത്. പുതിയ സ്റ്റുഡന്റ് എന്റർപ്രണർഷിപ്പ് പോളിസി, വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുക. കൂട്ടുകാര് ഒന്നിച്ചുകൂടി 3-4 പേര് കൂടി ആലോചിക്കുക. എന്നിട്ട് അവർ ചില സംരംഭങ്ങളിൽ ഏർപ്പെടുക. സ്റ്റാർട്ടപ്പ് വില്ലേജസ് അതിന്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതാണ്. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ എന്റർപ്രണർഷിപ്പിന് വേണ്ടി അതിന്റെ ആ താല്പര്യത്തോടു കൂടി മുമ്പോട്ട് വരുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ 20% അറ്റൻഡൻസ് ബോണസ് കൊടുക്കും, അറ്റൻഡൻസ് കൊടുക്കും. 4% ബോണസ് മാർക്ക് കൊടുക്കും. അതിന് പുറമെ കിങ്സ്ഫ്രൈയില് ആദ്യത്തെ 2-3 വർഷക്കാലം പ്രവർത്തിക്കുന്നതിന് അതിനവർക്ക് സ്ഥല സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. IT വിദ്യാഭ്യാസ രംഗത്ത്, IT ആയി ബന്ധപ്പെട്ടിട്ടുള്ള വികസന രംഗത്ത് പുതിയ തലമുറയ്ക്ക് ചോദിക്കുന്നതെല്ലാം കൊടുക്കുക, ആവശ്യമുള്ളതെല്ലാം കൊടുക്കുക. അതിന് കാരണം കഴിഞ്ഞ കാലത്തെ അനുഭവം നമുക്കിനി ഉണ്ടാകാൻ പാടില്ല. അത് ഏറ്റവും അധികം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന പ്രതിഭകളാണ് ഈ IT മേളയിൽ പങ്കെടുക്കുന്നത് എന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഇവിടുത്തെ ഈ മത്സരത്തിൽ എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്, ഈ IT ഫെസ്റ്റിലെ വിജയികളാകുന്നവർക്ക് കൊടുക്കുന്ന പ്രൈസ് മണി വളരെ കുറഞ്ഞ തുകയാണ് വെച്ചിരിക്കുന്നത്. ഫസ്റ്റിന് 500 രൂപ, സെക്കൻഡിന് 400 രൂപ, തേർഡ് പ്രൈസ് കിട്ടുന്നവർക്ക് 300 രൂപ. ഇതാണ്. അത് ഒന്ന് വർദ്ധിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആലോചിച്ച് ശ്രീ കുഞ്ഞാലിക്കുട്ടിയായും ശ്രീ അബ്ദുറബുമായിട്ടും ആലോചിച്ച് തീരുമാനിച്ചത്. അത് ഫസ്റ്റ് പ്രൈസ് 500 രൂപയിൽ നിന്ന് 2000 രൂപയായിട്ട്
400 രൂപ ഉള്ള സെക്കൻഡ് പ്രൈസ് 1600 രൂപയായിട്ട്, 300 രൂപയുള്ള തേർഡ് പ്രൈസ് 1200 രൂപയായിട്ട് ഈ വർഷത്തെ വിജയികൾക്ക് ഉൾപ്പെടെ കിട്ടത്തക്ക വിധത്തിൽ തീരുമാനം എടുത്ത വിവരം അറിയിക്കുകയാണ്.